പുല്ലൂർ താളിക്കുണ്ട് ചെറിയടച്ചി താനത്തിങ്കാൽ ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് ശ്രീ വയനാട്ടുകുലവൻ തേംകെട്ട് മഹോത്സവം മാർച്ച് 10 മുതൽ 12 വരെ തീയതികളായി നടക്കും. കൂവമളക്കൽ ചടങ്ങ് ഭക്തിയുടെ നിറവിൽ നടന്നു. അടൂട്ടുകഴകം മുത്തേടത്ത് കുതിര പഴയസ്ഥാനം ശ്രീ പാടാർകുളങ്ങര ദേവസ്ഥാന പരിധിയിൽ വരുന്ന പുല്ലൂർ താളിക്കുണ്ട് ചെറിയടച്ചി താനത്തിങ്കാൽ ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് മാർച്ച് 10, 11, 12 തീയതികളായി നടക്കുന്ന വയനാട്ടുകുലവൻ തേംകെട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി കൂവമളക്കൽ ചടങ്ങ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ആചാരസ്ഥാനികരും ക്ഷേത്ര നടത്തിപ്പുകാരും തറവാട്ടുകാരും ആഘോഷ കമ്മിറ്റി ഭാരവാഹികളുമടക്കം വലിയൊരു പുരുഷാരത്തിന്റെ സാന്നിധ്യത്തിൽ വെളിച്ചപ്പാടുകളുടെ അനുബന്ധ അനുഷ്ഠാനമായ ആചാരക്രമങ്ങളോടെയാണ് കൂവമളക്കൽ ചടങ്ങ് നടന്നത്. തിരുമുറ്റത്ത് കൂട്ടിയിട്ട നെല്ലിൻ കൂമ്പാരത്തിൽ നിന്ന് ചൂട്ടൊപ്പിക്കാൻ നിയുക്തനായ കുഞ്ഞമ്പൂ താളിക്കുണ്ടാണ് ബാല്യക്കാരുടെ സഹായത്തോടെ കൂവം അളന്നത്. കുണ്ടംകുഴി പഞ്ചലിംഗേശ്വര ക്ഷേത്രം, കോട്ടപ്പാറ കുഞ്ഞിക്കോരച്ചൻ തറവാട്, മടിയൻകൂലം ക്ഷേത്രപാലക ക്ഷേത്രം, മഞ്ഞടുക്കം തുളുർവനത്ത് ഭഗവതി ക്ഷേത്രം, അടൂട്ട് മുത്തേടത്ത് കുതിര പഴയസ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനം, ഇളയെടുത്ത് കുതിര പുള്ളിക്കരിങ്കാളി അമ്മ ദേവസ്ഥാനം കിഴക്കുങ്കര എന്നിവിടങ്ങളിലേക്ക് 21 ഇടങ്ങഴിയും മറ്റ് ദേവസ്ഥാനങ്ങളിലേക്ക് 11 ഇടങ്ങഴിയുമാണ് കൂവം അളന്നത്. തെയ്യം കെട്ടിന് 3 കൈവീതുകൾക്കായി 21 ഇടങ്ങഴി വീതവും കൂവം കുത്താൻ 7 പറയും പച്ചരിക്കായി 7 പറയും അളന്നു. തറവാട്ടിൽ മഹോത്സവം നടക്കുമ്പോൾ സമീപത്തെ ആരാധനാലയങ്ങളിലെ ദേവതാസങ്കല്പങ്ങളെ മറന്നു പോകരുതെന്ന ഓർമ്മപ്പെടുത്തലാണ് കൂവമളക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതോടൊപ്പം തെയ്യം കെട്ട് മഹോത്സവത്തിന്റെ ഭാഗമായുള്ള അടയാളം കൊടുക്കൽ ചടങ്ങും ക്ഷേത്ര സന്നിധിയിൽ നടന്നു. അളന്ന് തിട്ടപ്പെടുത്തി ചാക്കുകളിൽ നിറച്ച് കൂവമളന്ന നെല്ല് ഏറെ വൈകാതെ തന്നെ അതത് ദേവസ്ഥാനങ്ങളിൽ എത്തിക്കുമെന്ന് ആഘോഷ കമ്മിറ്റി ചെയർമാൻ രാജൻ പെരിയ പറഞ്ഞു. പുല്ലൂർ താളിക്കുണ്ട് ചെറിയടിച്ച് ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് ഇന്ന് മഹോത്സവത്തിനുള്ള കൂവമളക്കൽ ചടങ്ങ് നടന്നിരിക്കുകയാണ്. കുണ്ടങ്കഴി മുതൽ മറ്റു മഹാക്ഷേത്രങ്ങളിലും പരിസരത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളിലേക്കും വഴിപാടിനായി കൂവമളന്നു കഴിഞ്ഞു. 8-ാം തീയതി രാവിലെ 8:47 മുതൽ 12 മണി വരെയുള്ള ശുഭമുഹൂർത്തത്തിലാണ് ഉത്സവത്തിന് ആവശ്യമായ കലവറ നടക്കൽ ചടങ്ങും കലവറ നടക്കലും നടക്കുന്നത്. അതുപോലെ തന്നെ വയനാട്ടുകുലം ഉത്സവം നടക്കുന്നത് 9, 10, 11, 12 തീയതികളിലാണ്. 10,000-കണക്കിന് വരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാ ദിവസവും ആഘോഷ കമ്മിറ്റിയും അതുപോലെ തന്നെ ദേവസ്ഥാന കമ്മിറ്റിയും കൂടി എല്ലാവിധ അന്നദാന വിതരണത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയിരിക്കുകയാണ്. തീർച്ചയായും ഭക്തി നിർഭരമായ സന്ദർഭത്തിൽ ഈ ഉത്സവം നടത്താൻ വേണ്ടി നാട്ടിന്റെ നാനാഭാഗത്തുള്ള ഭക്തജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കൂടാതെ മഹോത്സവ വിജയത്തിനായി ഏവരുടെയും സഹകരണം ഉണ്ടാവണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. മഹോത്സവത്തിന്റെ ഭാഗമായുള്ള കലവറ നിറയ്ക്കൽ ചടങ്ങ് മാർച്ച് 8 നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.